കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയത്തെക്കുറിച്ച് സജു ബ്രദർ പറഞ്ഞു. അതെ, നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയവും, അതേപോലെ തന്നെ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിന്ന് ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കേട്ടത്, കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന വിധങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പ്രാർത്ഥന, അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ആഴത്തിൽ നമ്മൾ നോക്കിയായിരുന്നു. ഹല്ലേലൂയ. ആ ഭാഗങ്ങളൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നതിനേക്കാളും വേഴ്സായ സാത്താനികമായ ബന്ധനത്തിൽ നിന്നാണ് അവരുടെ പ്രാർത്ഥനയിൽ ആ വലിയ വിടുതലുണ്ടായത്. അവർക്ക് അങ്ങനെ വിടുതൽ കിട്ടാമെങ്കിൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം അത്രയും പ്രശ്നമില്ല. ഞാൻ നോക്കിയിട്ട് ഇസ്രായേൽ മക്കളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ മേൽ സാത്താനികമായ ക്ലെയിംസ്, ലീഗലായിട്ടുള്ള കെട്ടുകൾ, അത് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥയൊക്കെ മച്ച് ബെറ്റർ ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികമായിട്ട് ഈ കാര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞാൻ എല്ലാ ദൈവമക്കളോടും ബുദ്ധി ഉപദേശിക്കുകയാണ്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രയോറിറ്റി അല്ല അവിടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലോ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലോ ചില വിഷയങ്ങൾ നമ്മൾ വിചാരിച്ച് പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയെ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ആത്മാവിലെ പ്രാർത്ഥന. ഒരു ആത്മാവിലെ പ്രാർത്ഥന ഏറ്റവും ഈസി മെത്തേഡ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കലാണ്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ യഥാർത്ഥമായി നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്കത് അങ്ങനെ അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവമേ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥന, ആ കാര്യങ്ങൾ ആ ചിന്താമണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ ആത്മമണ്ഡലത്തിൽ വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് നമ്മളെ തന്നെ പകർന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ആ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാണ്. ആ പ്രാർത്ഥനകളിൽ ഹല്ലേലൂയ വലിയ വിടുതൽ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. യഥാർത്ഥമായ വിടുതൽ. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സാജു ബ്രദർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അടിയന്റെ ആയുസിനോട് ഒരു ദിവസം കൂടെ, ഒരു വർഷം കൂടെ ദൈവം കൂട്ടിയ ഒരു ദിവസമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവം അടിയനെ പ്രത്യേകമായ രീതിയിൽ നടത്തി പഠിപ്പിച്ച് ഒരു പ്രത്യേകമായ രീതിയിലോട്ട് ദൈവം മോൾഡ് ചെയ്യുക ആയിരുന്നു എന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാകുവാൻ, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായി അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കുന്ന വചനങ്ങളൊക്കെ ഇത് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആണ് ഞാൻ ദൈവനെ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്ന ഈ ഒരു മേഖലകളിൽ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ വന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ അതിന് ആ ഒരു അവസ്ഥകളും എന്നെ നിർബന്ധിതമാക്കി ആ ഒരു മേഖലയിലൂടെ കടത്തി വിട്ടിട്ടാണ് ഞാൻ ഈ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ
യെസ് ആമേൻ, നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനം പ്രസ്താവിക്കുന്നത്. അത് കേവലം ഒരു തിയോളജിക്കൽ സബ്ജക്റ്റ് ഒന്നുമല്ല എനിക്ക്. ഇറ്റ് ഈസ് മൈ ലൈഫ്, ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഞാൻ അതിനകത്തൂടെ പോവുകയാണ്. അതിനകത്തൂടെ ആ അവസ്ഥയിലൂടെ പോയി ദൈവനെ പഠിപ്പിച്ചിട്ടാണ് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വചനം ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ച ആ വേദഭാഗത്തിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് ഇന്നും ദൈവം നമ്മളെ അസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചതിൻ്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ വിടുതലുണ്ട്, ദുഷ്ടങ്ങളിൽ നിന്ന് വിടുതലുണ്ട്. എത്ര വലിയ ദുഷ്ടൻ്റെ പിടുത്തമാണെങ്കിലും, കെട്ടാണെങ്കിലും, ക്ലെയിമുകളാണെങ്കിലും, ലീഗലായിട്ടുള്ള റൈറ്റ്സ് ആണെങ്കിലും, പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ ദൈവമേ ജസ്റ്റ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ്സ് എ 2-way കമ്മ്യൂണിക്കേഷൻ. ചില സമയത്ത് ദൈവത്തിന് ചില വിടുതലിന്, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പ്രത്യേകമായ ചില നൂലാമാലകൾ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ പുറകിലുണ്ടാവാം. നമ്മളിങ്ങനെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ചിലവർക്ക് അത് മനസ്സിലാവത്തില്ല, എനിക്കും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ദൈവം ചില മണ്ഡലങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് യഥാർത്ഥമായി പറഞ്ഞു തരുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ലാത്ത അവസ്ഥയിൽ ചില കാര്യങ്ങൾ, ചില ദുഷ്ടൻ്റെ ചില മണ്ഡലങ്ങളുണ്ട്. ആ ദുഷ്ടൻ്റെ മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, പൊട്ടിച്ച് മാറ്റാൻ ഉതകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കിന്നൊരു വേദഭാഗം വായിക്കേണ്ടതുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 1 മുതൽ താഴോട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 ശമൂവേലിൻ്റെ 21-ാം അധ്യായം 1 മുതൽ 21-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കും. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബയോന്യർ ഇസ്രായേലരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ച് കളയുവാൻ ശ്രമിച്ചു. അല്ലേ? ഞാൻ ഇടയ്ക്ക് ഒക്കെ പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കിപ്പിച്ചതും പഠിപ്പിച്ചതുമായൊരു വസ്തുതയുണ്ട്. ഈ ബൈബിളിലെ പല ഇവൻസും അതിൻ്റെ പുറകിൽ ചില ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ്, ഹല്ലേലൂയ, ഒളിഞ്ഞാണ് കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് ചില സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷൻസിൽ ആ കാര്യം നമ്മളെ പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും. അതും പ്രകാരം ദുഷ്ടൻ്റെ ചില പിടുത്തങ്ങൾ, തന്ത്രങ്ങൾ, അവകാശങ്ങൾ, അത് എങ്ങനെയെന്നും അതിൽ നിന്നുള്ള വിടുതൽ എങ്ങനെയെന്നുമാണ് ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പെരിഫറലായിട്ടുള്ള സംഭവകഥയല്ല നമ്മുടെ വിഷയം, അതിനുള്ളിൽ ഒളിഞ്ഞു നടക്കുന്ന ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് വിഷയം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടുകൂടെയും, ഹല്ലേലൂയ, ഇത് കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ
അവരുടെ ജീവിതത്തിലെ ചില രഹസ്യ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ചില മണ്ഡലങ്ങളുടെ വിടുതലായി തീരുവാൻ വേണ്ടി ദൈവമേ ഇത് വ്യക്തമായി എന്നോട് സംസാരിക്കുകയും വ്യക്തമായി ദൈവമേ അങ്ങയുടെ ഉദ്ദേശം ഇതിലൂടെ വെളിപ്പെടുകയും ചെയ്യണമേ എന്ന് വ്യക്തമായി ആത്മാർത്ഥതയോടെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇത് കേവലം ഒരു ബൈബിൾ സ്റ്റഡി അല്ല, ജീവിതത്തെ മാറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് യേസാമൻ തീരുവാൻ വേണ്ടി യേസാമൻ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കാര്യത്തിലോട്ട് കടക്കാം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ദാവീദിന്റെ കാലത്ത് ദേശത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ശ്രദ്ധിക്കണേ, ഒരു യാദർശികമായ ഒരു സമയത്തെ ക്ഷാമം അല്ല, 3 സംവത്സരം ക്ഷാമമുണ്ടായി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില നെഗറ്റീവ് സെറ്റ്ബാക്സ്, ചില പ്രശ്നങ്ങൾ തുടരെ ഉണ്ടാവുകയാണെങ്കിൽ ദാവീദ് ചെയ്തതുപോലെ യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അത് കേവലം യാദൃശികമല്ല. ഒരു പ്രാവശ്യം ഓക്കെ, 2 പ്രാവശ്യം ചിലപ്പോൾ ഒരുപക്ഷെ ഓക്കെ, 3-മതും പിന്നെയും അത് അങ്ങനെ തന്നെ വന്നാൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേസാമേൻ നല്ല അല്ലെങ്കിൽ നല്ലൊരു യേസാമേൻ ഒരു കാര്യത്തിനും അതുപോലെ നമ്മളെ ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മണ്ഡലത്തിന്റെ നല്ലതിനും ദൈവത്തോട് ഏറ്റവും പെട്ടെന്ന് യേസാമേ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിക്കുകയാണ് നല്ലത്. ഹല്ലേലൂയ. പക്ഷെ കാരണം ചില കാര്യങ്ങൾ അങ്ങനെ മറിഞ്ഞെടുക്കും. യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോഴാ യഹോവ ഇത് പറഞ്ഞത്, ഇത് ശൗലിന്റെ നിമിത്തം എന്ന്. ഹല്ലേലൂയ. എഗെയിൻ നമ്മൾ ഈ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസിപ്പിൾസിലോട്ട് ഇറങ്ങണം. ഈ സംഭവം നടക്കുന്ന സമയത്ത് ശൗലില്ല, ശൗല് മരിച്ചു, ശൗൽ കൊല്ലപ്പെട്ടു. എന്നാ പിന്നെ ദാവീദിന് ചോദിക്കാം, ദൈവമേ ആ മനുഷ്യൻ ചെയ്ത പ്രശ്നത്തിന് ഞാൻ എന്തു പഴിച്ചു? ദാവീദ് അങ്ങനെ ചോദിച്ചോ? ചോദിച്ചില്ല. ബിബ്ലിക്കൽ സിസ്റ്റം ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ചില ബിബ്ലിക്കൽ സിസ്റ്റം തലമുറകൾ വർഷങ്ങൾ പോയാലും ദൈവത്തിന്റെ സിസ്റ്റത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് മാറ്റമില്ല. ശാപങ്ങള്, പ്രശ്നങ്ങള് തലമുറകൾ കവിഞ്ഞു വരും. ഡോണ്ട് തിങ്ക് ഇതൊക്കെ ഒരു സിമ്പിൾ തിങ് ആണെന്ന് വിചാരിക്കല്ലേ. ഹല്ലേലൂയ. യെസ്, അതിന്റെ ഡീറ്റെയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു യഹോവ, അത് രസമല്ല, അരുളപ്പാട് ചോദിച്ചപ്പോഴാണോ? എന്നാ പിന്നെ ദൈവത്തിന് അങ്ങ് പറഞ്ഞാ പോരെ. ആമേൻ. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോഴേ പറയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അതുപോലെ നമ്മുടേതായ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ, അത് രാവിലെയും വൈകിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് കേവല യാദർശികമാണെന്ന് പ്രത്യേകിച്ച് കരുതാതെ, പരിശുദ്ധാത്മാവുള്ള വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ വ്യക്തമായി ആത്മാവ് ചില കാര്യങ്ങളെ പ്രത്യേകമായി ഹിന്റ് ചെയ്യിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കൺസൾട്ട് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥന അങ്ങനെ പോകട്ടെ. നമ്മുടെ ചില ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ അങ്ങ് ദൈവത്തിന്റെ മുമ്പിലോട്ട് ഇടാതെ ഒരു അവൈലബിൾ വെസലായി ദൈവത്തിന്റെ സന്നിധിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ ആ പ്രാർത്ഥനയുടെ തലങ്ങൾ വേറൊരു രീതിയിലാകുകയും വിടുതൽ വേറൊരു അവസ്ഥയിലാകുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യഹോവ ഒരു കാര്യം പറഞ്ഞു, ശൗൽ നിമിത്തവും അവന്റെ കുടുംബ നിമിത്തവും വ്യക്തമായി പറഞ്ഞു, ഗിബയോന്യരെ കൊല്ലുക നിമിത്തം എന്ന് വ്യക്തമായി പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ഗിബയോന്യരും ഈ ശൗലിന്റെ ഗിബയോന്യരെ കൊന്നാൽ എന്താ പ്രശ്നമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനുവേണ്ടി യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം. എന്നാൽ ഹിത്യർ
അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കര മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുമുള്ള രാജാക്കന്മാർ ഒക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ച് ഭക്ഷണസാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നി കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും ധരിച്ച് പുറപ്പെട്ട് അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്രായേല് പുരുഷന്മാർ ആ ഹിവ്യരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കാം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഇത് ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഈ 9-ാം അധ്യായം മുഴുവൻ വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏറ്റവും അബ്സ്ട്രാക്റ്റ് പറയാം. ഏകദേശം ഒരു കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ഇസ്രായേൽ മക്കള് സകല രാജാക്കന്മാരെ അവരുടെ മുന്നിൽ വന്ന പ്രതിബന്ധങ്ങളെയൊക്കെ തകർത്ത് മുന്നേറുന്നു എന്ന് ഗിബയോൻ നിവാസികൾ കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ഇസ്രായേൽ മക്കളോട് പിടിച്ചിരിക്കാൻ പറ്റില്ല, തൂക്കും, പ്രശ്നമാണ്. അതുകൊണ്ട് അവര് ഒരു ഉപായം അവർ കാണിച്ചു. ഉപായം കാണിച്ചത് ഇപ്പം നമ്മൾ വായിച്ചു. അവരിതുപോലെ ഈ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ വരുത്തിയിട്ട് ഇവരോട്, ഈ ബാക്കിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, യോശുവയോട് പറയാണ്, ഞങ്ങൾ ദൂരദേശത്തു നിന്നാണ് വരുന്നത്, കണ്ടില്ലേ, ഞങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്താൽ ഇപ്പം ഇത്രയും നാളെ നിന്റെ ദൈവത്തെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചുള്ള ആ ഗ്യാതി ഞങ്ങൾ കേട്ടു. അവൻ മിസ്രൈമിനോട് ചെയ്തത്, അതുപോലെ തന്നെ അമോര്യരോട് ചെയ്തത്, ഓഗിനോട് ചെയ്തത്, ഈ യെരിഹോ പട്ടണത്തിൻ്റെ എല്ലാ കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാൻ വന്നതാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ പറ്റിച്ച് യോശുവ ഉടൻ തന്നെ ഉടമ്പടിയും ചെയ്തു. ഞങ്ങൾ നിങ്ങളെ കൊല്ലില്ല എന്നുള്ള ഒരു ഉടമ്പടിയും ചെയ്തു. ദൈവത്തോട് അവിടെ കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ അങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. 14-ാം വാക്യം, അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു, യഹോവയോട് ചോദിക്കാതെ. അപ്പോ നമ്മൾ എന്ത് കാര്യം ഡീല് ചെയ്യുമ്പോഴും ഇടപെടുമ്പോഴും യഹോവയോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണ് അതിൻ്റെ രീതി, അതാണ് അതിൻ്റെ യഥാർത്ഥമായ വശം. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾക്ക്, ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, യോശുവ ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ശൗലിന്റെ കാലത്ത് വന്നപ്പോൾ എത്ര വർഷമായെന്നറിയാവോ? ഏകദേശം 390 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ശൗലി തെറ്റിച്ചത്. ഇവന്മാര് ഇസ്രായേൽ മക്കളെ പറ്റിച്ച്, യോശുവയെ പറ്റിച്ചിട്ടാണ് ഈ ഉടമ്പടി വാങ്ങിച്ചെടുത്തതെങ്കിലും, പ്രിയ ദൈവമക്കളെ, നമ്മുടെ വാക്ക് വാക്കാണ്. നമുക്കത് അറിയില്ലെങ്കിലും
നമുക്കതിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ദൈവത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. ദൈവം അത് ഭയങ്കരമായി കയറി പിടിക്കും. ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ ഇത്രയും ഡെപ്ത് ആണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി ഞാൻ ഏറ്റുപറഞ്ഞു എന്തോരം കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല. വളരെ വളരെ ആഴത്തിലുള്ള സത്യമാണ് പ്രിയ ദൈവമക്കളെ. അവരന്ന് ചെയ്ത ഉടമ്പടിയാണ്. ഈ ശൗലിന് ആ സമയത്ത് ശൗലിന് ഇതിനെക്കുറിച്ച് അറിയോന്ന് പോലും അറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിനെ രക്ഷിക്കാനാ, അവന്റെ ജനങ്ങളെ രക്ഷിക്കാനുള്ള എരിവ് നിമിത്തം തന്നെയാണ് വാക്ക് തെറ്റിച്ചത്. അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ നമ്മൾ പറയുന്ന പല കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പല ന്യായത്തിനും വല്ല വകുപ്പുണ്ടോ ദൈവത്തിന് മുമ്പിൽ? ശൗല് ചെയ്തത് വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ? അവിടെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക അവരുടെ എരിവ് നിമിത്തമാ. ഒറ്റ കേസ് വാക്ക് കൊടുത്തെന്ന് ഒറ്റ തെറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ മറ്റുള്ള ഏത് ജാതികളെയും സംഹരിക്കുന്ന പോലെ സംഹരിച്ച ഒരു പ്രശ്നവുമില്ല. പക്ഷേ തട്ടിപ്പിന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുത്ത വാക്കാ. അതുകൊണ്ട് ഈ 15-ാം സങ്കീർത്തനത്തിലൊക്കെ ആ വാക്ക് കൊടുക്കുന്ന കാര്യത്തില് ഭയങ്കരമായിട്ട് എഴുതിയേക്കണേ. വാക്ക് 15-ാം സങ്കീർത്തനം അങ്ങനെ കണ്ടൊക്കെ ഇല്ലേ? ഞാൻ പെട്ടെന്ന് സങ്കീർത്തനം മറന്നു, പക്ഷെ എന്തോ ഉണ്ട്. 15-ാം സങ്കീർത്തനം. സത്യം ചെയ്തിട്ട് മാറാത്തവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. മാറിയപ്പം പ്രശ്നം കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ? ഓ ജീസസ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് മുതലേ ചേഞ്ച് അവേഴ്സ് ആണ്. ഇഫ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതുപോലെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റുപറയണം. എന്തായാലും ഒരു കാര്യം ഏറ്റുപറയണം. നമ്മുടെ ഫോർഫാദേഴ്സ്, പിതാക്കന്മാര്, അവരുടെ ജീവിതത്തിൽ അവർക്ക് അറിയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊക്കെ ഇഷ്ടം പോലും വന്നിട്ടുണ്ടാവാം. നമുക്ക് അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഏതാ പ്രശ്നം എന്ന്. ആദ്യം തന്നെ ആ 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ പറയുന്ന സിസ്റ്റം എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ പ്രശ്നമായി കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കൺസൾട്ട് ചെയ്താൽ ദൈവം വ്യക്തമായി പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ആയിരിക്കും. ഒരുപക്ഷെ രോഗമായിട്ടായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും, ഒരുപക്ഷെ ചില കാര്യങ്ങൾ അനുഗ്രഹമില്ല, ചില കാര്യങ്ങൾ വിടുതലില്ല, ചില പർട്ടിക്കുലർ പ്രശ്നങ്ങളായിട്ട് ഒരു പരിഹാരമില്ലാതെ ഇങ്ങനെ വീക്ക്നെസ് ആയിട്ട് കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ചില നമ്മുടെ സ്വഭാവങ്ങളായിരിക്കാം. നമ്മൾ അതിനെ പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും പല രീതി നോക്കിയിട്ട് ഫെയിലായി പോകുന്നതായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഗോഡ് നോസ്, ദൈവത്തിന് അറിയാം എന്താ പ്രശ്നം. ബട്ട് ആർ വി റെഡി ടു കൺസൾട്ട് വിത്ത് ഹിം? ദൈവത്തോട് ചോദിച്ചാൽ ദൈവം വ്യക്തമായി പറഞ്ഞു തരും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കണ്ട ഈ കാര്യം വളരെ ആഴത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടതാണ്. അവര് തട്ടിപ്പിനാൽ എടുത്ത വാക്കാണെങ്കിലും വാക്ക്. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും യോശുവയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ അവരെ ശപിക്കുകയും ചെയ്തു. പക്ഷെ that didn't change the word, the covenant, the agreement with them. അവരവരുടെ വിറകുകാരായി തീർന്നു. അല്ലെങ്കിൽ യാഗത്തിന് ഉള്ള വിറക് വെട്ടുകാരായി ഇവരെ ശപിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വന്നു. ബട്ട് അവരെ തൊടാൻ പറ്റില്ല, വാക്ക് കൊടുത്തുപോയി. അപ്പോഴൊക്കെ നമ്മളൊക്കെ പറയുന്നതിന് വല്ല ന്യായമുണ്ടോ ഈ ഒരു കാര്യത്തിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? ആ ദൈവം തന്നെയല്ലേ ഇപ്പോഴും ദൈവം മാറിയിട്ടുണ്ടോ? പുതിയതായിട്ടുണ്ടോ? നോ. ദൈവത്തിനൊന്നും മാറ്റമില്ല. ദൈവത്തിന് സിസ്റ്റത്തിന് മാറ്റമില്ല, മാറത്തുമില്ല. നമ്മൾ അത് ആ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇത് പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ എനിക്കിത് വെളിപ്പെട്ടെന്നറിയാവോ? എൻ്റെ ജീവിതത്തിലെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ഇതുപോലെ ഒരു കാര്യം ശരിയാവാതെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് ആ ഒരു കാര്യം അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരണത് എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്നെ കൊണ്ടുപോയ വചന വേദഭാഗമായിങ്ങനെ. അത്
ഈ പറഞ്ഞ എൻ്റെ ഫോർഫാദേഴ്സ് മുതലുള്ള പ്രശ്നങ്ങളാണ് അത്. നമ്മളോർക്കും ഇതൊക്കെ തമാശയാണ്. യേശുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ പരിപൂർണമായ വിടുതലുണ്ട് എന്ന് നമ്മൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഒരു വലിയ പരിധിവരെ ശരിയാ. എക്സ്പെഷ്യലി ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ജീനിയോളജി പുതിയതായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് വിശ്വാസത്തിൽ വരുമ്പോൾ മിക്കവാറും ദൈവം എല്ലാം അവന്റെ പാസ്റ്റ് സാധനം ഒക്കെ റേസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ അവന്റെ ഈവൻ പാപവും ശാപവും ഒക്കെ റേസ് ചെയ്തിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് അവനെ അങ്ങനെയാ ദൈവം എടുക്കണേ. പക്ഷെ കുടുക്ക എവിടെയാണെന്ന് പാരമ്പര്യമായിട്ട് തലമുറകളായി ദൈവത്തിന്റെ ഭാഗത്തുള്ളവരാ ശ്രദ്ധിക്കേണ്ടത്. പാരമ്പര്യ വിശ്വാസികള് അവര് ദൈവത്തിൻ്റെതായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ അല്ല പോകുന്നെങ്കിൽ, ഏതെങ്കിലും രഹസ്യമണ്ടല്ലെങ്കിൽ ചില പ്രശ്നങ്ങളും വീക്ക്നെസ്സുകളും ഉണ്ടായിട്ട് സാത്താൻ അവിടെ അഡ്വാൻറ്റേജ് എടുക്കുമ്പോണ്ടല്ലോ, ഓ ചീസ്, അതിന്റെ കെട്ടും പ്രശ്നവും തലമുറകളിലോട്ട് വ്യാപരിക്കും. യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാണെങ്കിൽ അവർക്കും തലമുറകൾക്കും അനുഗ്രഹം. അതിനകത്ത് മായം കലർത്തുവാണെങ്കിൽ അവർക്കും തലമുറക്കും ശാപം. ഹല്ലേലൂയ. വ്യക്തമായി ഞാൻ പറയുന്നത്, ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച സത്യമാ പറയുന്നത്, രക്ഷപ്പെടുത്താനാ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കേട്ടതുപോലെയും ഇപ്പോൾ ഈ കേൾക്കുന്നത് പോലെയും എത്ര വലിയ കുടുക്കാണെങ്കിലും ആമേൻ, ദൈവത്തിന് ഊരിക്കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന് അതിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. ദൈവത്തിന് അതിൽ നിന്ന് വിടുവിക്കാൻ പറ്റും. പക്ഷെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ് ട്രൂത്ത്. ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ തലമുറകൾ, ഇപ്പൊ പുതിയൊരു വിശ്വാസികൾ, നമ്മൾ ചെയ്ത പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നമ്മുടെ മക്കളായിരിക്കും. സോ മേക്ക് ഷുവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി കരയുക. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വാക്കുകൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കവനൻസ്, ഉടമ്പടികൾ, നമ്മൾ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതൊരു പക്ഷെ നമ്മുടെ പിതാക്കന്മാരാൽ മുതലേ അക്കൗണ്ടബിൾ ആയിരിക്കും. എന്താണെങ്കിലും ദൈവത്തിന് വിടുവിക്കാനും പറ്റും. ദൈവത്തിന്റെ സൊല്യൂഷനും ഉണ്ട്. ദൈവം വ്യക്തമായി ആ കാര്യത്തിൽ നമ്മളെ സ്നേഹിക്കുകയും വിടുവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ അരുളപ്പാട് ചോദിക്കണം. എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയും നമ്മുടെ ഓരോ കാര്യങ്ങൾ അത്ര കോൺഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും വേണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ നല്ലതിനും നമ്മുടെ തലമുറകളുടെ നല്ല കാര്യത്തിനുമാണ്. ഹല്ലേലൂയ ഞാനിത് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വചന സത്യമാണ് ഞാനിന്ന് ഹല്ലേലൂയ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ കാര്യം. ഇതിനകത്ത് പല ഡീറ്റെയിൽ ആയിട്ട് പോയ പിന്നെയും ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു കാര്യം മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റാ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ വരുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു പർട്ടിക്കുലർ മണ്ഡലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശൗലില്ല, ദാവീദിന്റെ കാലത്താണ് 3 വർഷം കണ്ടിന്യൂസ് ക്ഷാമം ഉണ്ടായി. ഇതിനൊക്കെ ലോജിക്കൽ റീസണിങ് ചോദിച്ചാൽ എന്ത് പറയാന്? ഐ ഡോണ്ട് നോ. ദൈവത്തിന്റെ സ്പിരിച്വൽ സിസ്റ്റമാണ് ഇതൊക്കെ. ബട്ട് ഇറ്റ്സ് ഫാക്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ആശയം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ കുറച്ചുകൂടെ ആഴത്തിലും കറക്റ്റായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ വേറൊരു ഒരു കാര്യത്തിലോട്ട് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഒരാഴ്ചത്തോളം ഇങ്ങനെ എന്നെ ഒരു
ഹെവി ആക്കിക്കൊണ്ട് നടത്തിയ ഒരു സത്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്കും അത് ബാധകമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് അതിൽ നിന്ന് പല പ്രശ്നം വിടുവിക്കപ്പെട്ടത്. ഞാൻ അനുഭവിച്ച, ഞാൻ ഫേസ് ചെയ്ത ആ വർഷങ്ങളായിട്ട് എന്നെ ചുറ്റിച്ച ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വിടുതലും കിട്ടി. ഹല്ലേലൂയ. അതേപോലെ പ്രാർത്ഥിപ്പാൻ, അഡ്രസ് ചെയ്യാൻ തയ്യാറാണോ? ഗോഡ് ക്യാൻ ഡെലിവർ. ഹല്ലേലൂയ. ഐ എം നോട്ട് സെയിങ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എല്ലാവരിലും ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷേ ചിലർക്കെങ്കിലും ആപ്ലിക്കബിൾ ആയിരിക്കാം. ദർ ആർ സിസ്റ്റം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്ന് കൂട്ടിക്കോ. പരിശുദ്ധാത്മാവ് പ്രത്യേകമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ മാത്രം ഈ കാര്യം അപ്ലൈ ചെയ്യുക. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് ഓരോ പ്രൊവിഷൻ. അത് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അരുളപ്പാടായിട്ട് ചോദിക്കുമ്പോൾ, എന്താണ് കമ്മ്യൂണിക്കേറ്റ്, എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ, ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ ഒന്നുകൂടെ വരേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പിന്നെയും ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്. 10-ന്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തുകൊണ്ടു പോകുന്നു. ഇനിയും നമ്മൾ അതിൻ്റെ 11-ാം വാക്യം മുതൽ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അവസ്ഥ എന്താണെങ്കിലും ഒരു യഥാർത്ഥമായ ആടാണോ നമ്മളെ ദൈവം ശരിക്കും അറിയുന്നു. നമുക്ക് എന്ത് വേണം, എങ്ങനെ നമുക്ക് വിടുതൽ കിട്ടണം, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൊല്യൂഷൻ, ഏത് രീതിയിലാണ് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം അവൻ അറിയുന്നു. ഹല്ലേലൂയ. ഹി ക്യാൻ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ അവൻ്റെ ആടും അവൻ നമ്മുടെ ഇടയനുമാക്കി വെച്ചാൽ മതി. അല്ലേ? അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടയൻ ആട് ബന്ധം ഞാൻ കുറച്ച് ഏതോ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കുറച്ച് പടമൊക്കെ വരച്ച്, അല്ലെങ്കിൽ ഞാനത് ഇലിസ്ട്രേറ്റ് ചെയ്തായിരുന്നു. നമ്മളെന്ന വ്യക്തി, നമുക്കൊരു ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ഈ സ്പിരിറ്റിൽ നിന്നാണ് പരിശുദ്ധാത്മാവാണെങ്കിലും ഈവിൾ സിസ്റ്റം ആണെങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വളരെ വ്യക്തമായി നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെയാ, അവൻ്റെ സ്വഭാവം എങ്ങനെയാ, അല്ലെങ്കിൽ അവൻ നല്ലവനാ, അവൻ ചീത്തയാ. ബൈബിളിൻ്റെ സിസ്റ്റം വളരെ വ്യക്തമായി ദൈവം എന്നെ പഠിപ്പിച്ച കേസ് നമുക്കത് മനസ്സിലാകും. ഫ്രാങ്ക്ലി ഞാൻ പറയാം, യേശു എന്താ പറഞ്ഞത്? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ഇത് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പറഞ്ഞല്ലേ? അപ്പോ യേശു അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ശിശു ജനിക്കുമ്പോൾ സോ പ്യുവറാണ്. നമ്മളും ആ ശിശുവിനെ പോലെ പ്യുവറായിട്ടുള്ള ഹൃദയ അവസ്ഥയിലോട്ട് വരേണ്ടതുണ്ട്. ഇറ്റ്സ് പോസിബിൾ അല്ലാത്ത കാര്യമൊന്നും യേശു പറയില്ല. നമ്മൾ മനുഷ്യർ പറയുമായിരിക്കും ഇതൊന്നും നടപടിയുള്ളതല്ല. അത് മനുഷ്യന്റെ പ്രശ്നം. അവൻ അറിയില്ല എങ്ങനെ അത് നടപടിയാകുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. ഒരിക്കലും യേശുവിനെ പോലെ ആകാൻ പറ്റില്ല എന്ന്
പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബൈബിളിൽ എവിടെ എഴുതിയേക്കണമെന്ന് പറയാമോ? യേശുവിനെ പോലെയാകാനാണ് പറഞ്ഞേക്കണേ. പാപം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പാപമില്ലാത്ത ഒരു അവസ്ഥ, അങ്ങനെ ഒരു സംഭവം നമുക്ക് പറ്റില്ല എന്ന് പലരും പറയാറുണ്ട്. ഹല്ലേലൂയ. ദൈവം അവിടെ ബൈബിളിൽ പക്ഷെ എഴുതിയിരിക്കുന്ന വെച്ചാൽ ആ ദൈവത്തോട് പോലെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനായിരിക്കാന്ന് എഴുതിയേക്കണം. അപ്പൊ നടപടി ഇല്ലാത്ത കാര്യമൊന്നും എഴുതില്ല. നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ പറയുന്നു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ദൈവത്തോട് ചോദിക്കുക, ഹൗ ഇസ് പോസിബിൾ, വാട്ട് ഈസ് എ സൊല്യൂഷൻ, എവിടെയാ എനിക്ക് അറിയില്ലായ്മ. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ് വളരെ വ്യക്തമാക്കി തരും അത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് രീതി. അതല്ലാതെ നമ്മുടെ മാനുഷിക ബുദ്ധി, ഞാൻ അത് വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോള്, നമ്മുടെ ബോഡി, അതാണ് ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സ്പിരിറ്റ് യേശുവിൻ്റെ കയ്യിൽ ആണെങ്കിൽ, യേശുവിൻ്റെ യേശുവാകുന്ന വാതിലിലൂടെ കടത്തിവിട്ട് യേശുവാണത് നിയന്ത്രിക്കുന്നെങ്കിൽ നമ്മളിൽ യേശുവിൻ്റെ സ്വഭാവം വരും. നമ്മുടെ സ്പിരിറ്റ് സാത്താൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് സാത്താൻ്റെ സ്വഭാവം വരും. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന രണ്ട് കാര്യം വ്യക്തമായിട്ട് എടുക്കുക. ഇപ്പം യേശു ഒരു കുഞ്ഞിനെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുവിനെ പോലെയാണ്. ഇതേ യേശു തന്നെ പ്രായമുള്ളവരെ നോക്കി പറഞ്ഞു, ആമേൻ, വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയെ. ഈവൻ ശിഷ്യന്മാരെ വിളിച്ചു, യു പെർവേർട്ടഡ് ജനറേഷൻ, യു അൺബിലീവിങ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ. ഒരു കാലത്ത് കുഞ്ഞായിരുന്ന വ്യക്തികളെ അല്ലേ യേശു വിളിച്ചത്? അതിനെ ഹോളിസ്റ്റിക്കലി എടുക്കണം. ഒരു കുഞ്ഞ് വളർന്നു, നമ്മളൊക്കെ കുഞ്ഞ് പൈതങ്ങളായിരുന്നു, നമുക്കൊന്നും അറിയില്ലായിരുന്നു, വളരെ പ്യുവറായിരുന്നു. വളർന്നു വന്നപ്പോൾ നമ്മൾ ഇംപ്യൂറും ഈ പറഞ്ഞ വിളിക്ക് യോഗ്യന്മാരുമായി തീർന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. ഹൗ, എങ്ങനെയതായി? സോ സിമ്പിൾ. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റ് യേശു ആകുന്ന ആ നല്ല ഇടയന്റെ സ്പിരിറ്റിലായിട്ട് ലിങ്ക്ഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു. ഓഫ് കോഴ്സ് നമ്മളൊക്കെ പലപ്പോഴും ഈ കാര്യം മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിലോട്ട് വന്നേ പിന്നെ ഇത് മനസ്സിലായത് തന്നെ ദൈവം എന്നെ ഇത് വെളിപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലായത്. ഹല്ലേലൂയ. അപ്പോ ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ പോവുക. ഇവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. വാതിലിലൂടെ കടക്കുന്ന, ഇവിടുത്തെ ഈ വാതില് ഹൃദയമാകുന്ന വാതിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയമാകുന്ന വാതിലാണ്. അപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തിട്ട്, ഹല്ലേലൂയ, കേറേണ്ട ഒരാളാ യേശു. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട്. യേശു അല്ലാതെ കേറില്ല. നമ്മൾ തുറന്നു കൊടുത്തിട്ട്, നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ ജീവിതത്തിലോട്ട് കയറ്റേണ്ട ഒരാളാണ് യേശു. അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ യേശുവിലോട്ട് പർപ്പസ്ഫുള്ളി കൊടുത്തു വിടേണ്ട, അല്ലെങ്കിൽ കയറ്റി വിടേണ്ട ഒരു സാധനമാണ് യേശു നമ്മളുമായിട്ടുള്ള ബന്ധം. പക്ഷേ സാത്താന്റെ സിസ്റ്റം എങ്ങനെയാന്ന് നോക്കിയേ. സാത്താൻ അവൻ വേറെ വഴിയായി കടന്നു വരും. അപ്പം പോയിന്റ് ഇതാണ്, നമ്മൾ ദൈവത്തെ, യേശുവിനെ പർപ്പസ്ഫുള്ളി നമ്മുടെ സ്പിരിറ്റിനെ നിയന്ത്രിക്കുവാൻ ഏൽപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം യേശുവെ അങ്ങ് വന്നേ പറ്റൂ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചേ പറ്റൂ, എൻ്റെ ചിന്താഗതികളെ നിയന്ത്രിച്ചേ പറ്റൂ, എൻ്റെ സകല കാര്യങ്ങളെയും സകല മേഖലകളെയും മണ്ഡലങ്ങളെയും അവിടുന്ന് നിയന്ത്രിച്ചേ പറ്റൂ എന്ന് എൻ്റെ പൊസഷനിലിരിക്കുന്ന, എൻ്റെ അധികാരത്തിലിരിക്കുന്ന, എൻ്റെ ഹല്ലേലൂയ, എൻ്റെ ക്രൂശോ അല്ലെങ്കിൽ എൻ്റെ ഭാരമോ എല്ലാ കാര്യം അങ്ങ് നിയന്ത്രിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് യേശുവിനെ മനഃപൂർവ്വം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ആ കാര്യം ഏറ്റുകൊടുത്താൽ യേശു ഹാൻഡിൽ ചെയ്തോളും. ഇഫ് വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ഇവിടെ തന്നെ പറയുന്നതെന്ന് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്, കള്ളന് വേറെ വഴിയുണ്ട്. ഹീ ക്യാൻ എൻ്റർ ഇൻ, അവൻ കയറിയിരിക്കും. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്നാണെന്നറിയാവോ,
നമ്മൾ വിശ്വാസികളാണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ നടക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവികമാണ്, അതങ്ങ് ദൈവികമായിട്ട് നടന്നു പോകുന്ന. നോ, അത് തെറ്റായ ധാരണയാണ്. യേശുവിനെ പർപ്പസ്ഫുള്ളി വിളിച്ച് എല്ലാ കാര്യത്തിലും ഏൽപ്പിച്ച് ആ ഒരു ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലല്ലെങ്കിൽ നമ്മുടെ ചിന്താമണി, നമ്മുടെ സ്പിരിറ്റിനെ മിക്കവാറും നിയന്ത്രിക്കുന്നത് സാത്താനായിരിക്കും. ഇത് ഫാക്റ്റാ, നമ്മൾ ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സിസ്റ്റത്തിൽ വന്നിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പണ്ട് 30-40 വർഷം മുൻപുള്ള അതേ വീക്ക്നെസ് ഇപ്പോഴും പുലർത്തുന്നുണ്ടെങ്കിൽ, ഇത്രയും നാളായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആത്മാവ് വരും, ആത്മാവ് പ്രകാശിപ്പിക്കും, പല കാര്യം പഠിപ്പിക്കും, പല കാര്യം ചെയ്യിപ്പിക്കും, പല ശുശ്രൂഷ പോലും ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, അതായത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. ഇറ്റ്സ് എ ഫാക്ട്, ബിക്കോസ് സ്പിരിറ്റ് ക്യാൻ കം ഇൻ ആൻഡ് ഹി ക്യാൻ, സ്പിരിറ്റിനെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അത് ദൈവത്തിന്റെ സാധനം തന്നെയാണ്. പക്ഷേ unless and until we purposefully allow Holy Spirit to control us, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഈ സ്പിരിറ്റ് അങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ ഈവിൾ സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഈവിളിന്റെ സകല സാധനവും നമ്മുടെ മേലുണ്ടാവും. സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായാലും പകരം വേഴ്സ് ആകുമായിരിക്കും. ഇത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട. കാരണം യേശുവിനെ ഇടയനെ നമ്മൾ തുടർന്ന് വലിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് ഇൻവൈറ്റ് ചെയ്ത് കയറ്റുകയും അതേസമയം തന്നെ സാത്താൻ അവൻ എങ്ങനെയെങ്കിലും കയറുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവിടെ യേശു ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്ന അല്ലെങ്കിൽ ആ കള്ളനായ ആ ദുഷ്ടൻ ചെന്നായി വരുന്ന കാണുമ്പോണ്ടല്ലോ, നമ്മുടെ പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ ദുഷ്ട പിശാച് നമ്മളെ ഹല്ലേലൂയ യെസ് നാശത്തിലേക്ക് തള്ളിവിടും. അതേസമയം നമ്മൾ യേശുവിൻ്റെ കൂടെയാണോ ഇരിക്കുന്നത്, ഓ യെസ്, നമുക്ക് വേണ്ടി ജീവനെ തന്നവനവൻ. ഹല്ലേലൂയ. ചെന്നായി കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ, പ്രതികൂലം കാണുമ്പോൾ ഓടി ഒളിച്ച് കളയുന്നവനല്ല, പകരം നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ഹല്ലേലൂയ ഓ കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞത് ഈ ഒരു ആശയത്തിലാണ്. ഹല്ലേലൂയ. ബിക്കോസ് ഹല്ലേലൂയ അവനാ ഇടയൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഫണ്ടമെന്റലി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്പിരിറ്റിനെ, നമ്മുടെ ആ റൂഹേനെ ദാവീദ് ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ യഥാർത്ഥാലയമായി പണിയപ്പെട്ട ഓ ഹല്ലേലൂയ ആ നിത്യ രാജ്യത്തിൻ്റെ, നിത്യ കിരീടത്തിൻ്റെ, ആ നിത്യസഭയുടെ അംഗമായി തീരുകയും ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങളെല്ലാം ഫുൾഫിൽ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.